ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീട്ടിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ പുതുമയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ. എഴുന്നേറ്റ ഉടനെ തന്നെ ജനലുകളുടെ എല്ലാം ഷട്ടർ തുറക്കുന്നതാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. പുറമേക്ക് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഈ ഒരു ജനൽവാതിലൂടെ മാത്രമല്ല, എല്ലാ ജനൽവാതിലൂടെയും കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് അടുക്കളയിലേക്ക് കയറി നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. പുതിയ വീട്ടിലെ ആദ്യത്തെ ഒത്തുകൂടലായിരുന്നു. എല്ലാവരെയൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേക്കാനും നന്നായിട്ട് വൈകി. 9 മണിക്ക് ശേഷമാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ വീട്ടിലെ കിച്ചൺ ടൂറും അതേപോലെ തന്നെ ഞാൻ ആ കിച്ചണൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസാണ് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഓർഗനൈസേഷനൊക്കെ നന്നായിന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയത്. ഇപ്പോഴും എനിക്ക് എൻ്റെ അടുക്കളയിലുള്ള തപ്പൽ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചിക്കൻ സ്റ്റൂവും ബ്രെഡുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടാക്കിയ സ്റ്റൂ ബാക്കിയുണ്ട്, ബ്രെഡും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് വേറൊന്നും കുക്ക് ചെയ്യുന്നില്ല. ഇന്നലെ നമുക്ക് ത്രൂ ഔട്ടൊരു കുക്കിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രെഡും ചിക്കൻ സ്റ്റൂവിലങ്ങ് തീർത്തേക്കാമെന്ന് കരുതി. ഈ ഒരു കോമ്പിനേഷൻ എല്ലാ നാട്ടിലേക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരു കാലം വരെ ഒത്തുകൂടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റാർട്ടർ പോലെ ഇത് ബ്രെഡും സ്റ്റൂ ഉണ്ടാവാറുണ്ട്. നല്ല വെള്ള ബ്രെഡും ചിക്കൻ സ്റ്റൂ ആയിരിക്കും കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ടെന്നീസ് കോർട്ടിൽ കളിക്കാൻ ആൾക്കാരെത്തി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ടെന്നീസ് കളിക്കുന്നതിൽ ഭൂരിഭാഗം പേരും എബോവ് 60 ആണ്. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ തകർത്ത് കിടന്ന് ടെന്നീസ് കളിക്കുന്നത് കാണണം. നമ്മളെ കൊണ്ടൊന്നും 2 റൗണ്ട് പോലും കളിക്കാൻ പറ്റത്തില്ല. അവർ രാവിലെ മുതൽ ഉച്ച വരെ ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ടെന്നീസ് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ ചേച്ചിയുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോസിലെ റെസിപ്പീസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റെസിപ്പിയുടെ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇനി വരുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ അത് ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് പക്ക റെസിപ്പി ആയിട്ട് തന്നെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡിയായി കഴിഞ്ഞു. ശനിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ സാവകാശമൊന്നും കിട്ടാറില്ല. ഈ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ചാണ് ഭക്ഷണം കഴിപ്പൊക്കെ. അല്ലാതെ ഒരു ലഞ്ച് ബ്രേക്ക് ഇന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ്. ബ്രെഡും സ്റ്റൂവും കോമ്പിനേഷനെ കുറിച്ച് കേൾക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ കഴിക്കാത്തവരുണ്ട്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പായിരിക്കും ഈ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഫുഡ് കഴിപ്പ് കഴിഞ്ഞാൽ പിന്നത്തെ കടമ്പ അറിയാലോ, പാത്രം കഴുകലാണ്. അധികം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളിന്ന് വലിയ കുക്കിങ്ങൊന്നും രാവിലെ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. വേഗം അങ്ങ് കഴുകി തീർന്നു കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന പരിപാടി കഴിഞ്ഞു.
പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ ആ സിങ്കും ആ ടാപ്പൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടറാണ്, നമ്മുടെ കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കിടന്നാൽ ഇങ്ങനെ ഒരു വെള്ളപ്പാണ്ട് പിടിച്ച പോലെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ തുടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിങ്കൊക്കെ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നലത്തെ ചിക്കൻ സ്റ്റൂവും ബ്രെഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലഞ്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീട്രൂട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാനുള്ള സാലഡിന് ഈ ഒരു പകുതി തന്നെ ധാരാളമാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, ഒരു 4-5 കഷ്ണങ്ങളായിട്ട് ഈ ഒരു പകുതി ബീട്രൂട്ടിനെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ സോസ് പാൻ അടുപ്പത്ത് വെച്ചു. വെള്ളത്തിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് കഷ്ണങ്ങളൊന്ന് കഴുകിയ ശേഷം വേവിക്കാൻ വേണ്ടി വെള്ളത്തിലിടും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. ഈ ഒരു ബീട്രൂട്ടിനും അതേപോലെ തന്നെ വെള്ളത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് അത് വേവിക്കാം. അപ്പോൾ ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിയണം. അതേപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചോറ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാലഡിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ കിട്ടുന്ന പാർബോയിൽഡ് റൈസാണ് ഞാൻ എടുത്തത്. ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. പെട്ടെന്ന് വേവുന്ന അരി എടുക്കുന്നതാണ് നല്ലത്. അങ്ങനത്തെ പാർബോയിൽഡ് റൈസ് ആയിരിക്കും ഈ ഒരു സാലഡിന് നല്ലത്. അപ്പോൾ ഞാൻ ആകെ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് അരി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കാണ് നമ്മുടെ ബീട്രൂട്ട് വേവത്തുള്ളൂ. ബീട്രൂട്ടിന് അത്യാവശ്യം വേവുണ്ട്. നല്ലോണം സോഫ്റ്റായിട്ട് വേവുന്നിടം വരെ നമുക്ക് വെള്ളത്തിലിട്ടങ്ങ് വേവിക്കാം. അപ്പോൾ നമ്മുടെ ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്ന അപ്പാപ്പന്മാരൊക്കെ പോയിട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി വേണം. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിയുക. സാലഡിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ തീരെ ചെറുതായിട്ട് നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം. ഒരുപാട് പച്ചക്കറികളൊന്നും വേണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. സവാള എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, അതേപോലെ തന്നെ വേറെന്താ എടുക്കുക, ജാലപ്പീനോസ് എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് തക്കാളിയും അതേപോലെ തന്നെ മല്ലിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് പാത്രം നോക്കി നമ്മുടെ ബീട്രൂട്ട് വേവുന്നുണ്ടോയെന്നൊന്ന് ഉറപ്പ് വരുത്തണേ. അപ്പോൾ മല്ലിയിലയും ഞാൻ വളരെ കുറച്ചളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കോണാണ്. അപ്പോൾ കോൺ ഞാനിവിടെ ക്യാനിൽ കിട്ടുന്നതാണ് ഉപയോഗിക്കുന്നത്. അതവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയാനുള്ള പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. ഈ വെള്ളം ഊറ്റിക്കളയേണ്ട, നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ബീട്രൂട്ട് അതിൽ നിന്ന് കോരി മാറ്റിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് കഷ്ണങ്ങളെല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് ഇതേ വെള്ളത്തിലേക്ക് തന്നെയാണ് അരി കഴുകി വൃത്തിയാക്കി നമ്മൾ അരി വേവിക്കാൻ വേണ്ടി ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരി ഉപയോഗിക്കുന്നതാണ് നല്ലത്. പാർബോയിൽഡ് റൈസ് ആയിരിക്കും കൂടുതൽ നല്ലത്. ഇനി അഥവാ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയിന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളമാകുമ്പോൾ ആ ചോറിൻ്റെ കളറിനും ചെറിയൊരു വ്യത്യാസം വരും. പിന്നെ ഈ പറഞ്ഞ ബീട്രൂട്ടിൽ നിന്ന് പോയിട്ടുള്ള ആവശ്യമുള്ള കണ്ടൻ്റ് എല്ലാം ആ വെള്ളത്തിലുണ്ടാവില്ല, അത് നമ്മുടെ ചോറിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഈ നന്നായിട്ട് വെന്ത ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. എന്നിട്ടതൊരു ബൗളിലേക്ക് മാറ്റാം. സാലഡിന് വേണ്ടി എടുക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വേവുന്ന സമയം അതിൻ്റെ പാക്കറ്റിൽ എഴുതിയത് 12 മുതൽ 14 മിനിറ്റ് വരെ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു 15 മിനിറ്റോട് കൂടി എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയ അരി ചോറായി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചോറ് ഊറ്റിയെടുത്ത് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബീട്രൂട്ട്, ചോറ്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, മല്ലിയില, അങ്ങനെ നമ്മളെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുകയാണ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഇതിങ്ങനെ എന്താ പറയുക, നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. രാവിലെ ആകെ കൂടെ ഒരു 15-20 മിനിറ്റ് സമയം മാത്രം മതി. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, ഒരു സാലഡ് പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ജസ്റ്റ് മിക്സ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. ബീറ്റ്റൂട്ട് വേവിക്കാൻ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തത് കൊണ്ട് ചോറിന് ആ ഒരു വെള്ളത്തിൽ ഉപ്പുണ്ടായിരുന്നുകൊണ്ട് ചോറിന് ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു. ഇനി അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരല്പം എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കോൺ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, ജാലപ്പിനോസ് ചേർത്ത് കൊടുക്കാം, പച്ചമുളക് അരിഞ്ഞിടാം. അങ്ങനെ എന്ത് വേണേലും ചേർത്ത് നമുക്ക് നമ്മുടെ സാലഡിനെ നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹെൽത്തി സാലഡ് അല്ലെങ്കിൽ ഒരു ലഞ്ചാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നും നമ്മൾ ബീറ്റ്റൂട്ടും കൊണ്ട് എന്താ പറയുക, തോരനോ അല്ലെങ്കിൽ പച്ചടിയോ കിച്ചടിയോ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനൊരു സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20 മുതൽ 25 മിനിറ്റ് വരെ മാത്രമാണ് കേട്ടോ. നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ താമസിച്ചിട്ട് ഇതിന് ചുറ്റും പുറമൊക്കെ ഒന്ന് കാണണം കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ ഒരു 4 മണി 4:15 ആകുമ്പോഴേക്കും സന്ധ്യയാവും, ഇരുട്ടി തുടങ്ങും. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുൾ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ നേരെ റിട്ടേണിന് മുമ്പ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. ഇന്നൊരു ദിവസമാണ് ഫ്രീ ആവാൻ പറ്റിയത്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, നടക്കാനൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നത്. ഞങ്ങളുടെ ബിൽഡിംഗ് പോലെ ഒരു 3-4 ബിൽഡിങ്ങിൻ്റെ ഉള്ളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഒന്ന് ചുറ്റും നടന്നാൽ നമുക്ക് കാണാം. ടൗണിൽ നിന്ന് കുറച്ച് മാറിയ മിലാനിൽ തന്നെയാണെങ്കിലും നമ്മൾ മെയിൻ സിറ്റിയിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഫുൾ മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ള, എന്താ പറയുക, ഹരിതാപവും പച്ചപ്പും നിറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലവും അതേപോലെ തന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ടെന്നീസ് കോർട്ടൊക്കെയത്. ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റ് കാണാൻ വന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഓട്ടം സീസൺ ആയിരുന്നു. അപ്പോൾ എല്ലാം മഴ നല്ല ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഞങ്ങൾ അപ്പാർട്ട്മെന്റ് കണ്ട് ഇവിടേക്ക് താമസമൊക്കെ മാറണം അങ്ങനെയൊക്കെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴേക്കും എല്ലാ മരത്തിലെ ഇലയൊക്കെ കൊഴിഞ്ഞ് മരം മാത്രമായി. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബിൽഡിങ്ങിൻ്റെയും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്.
അപ്പോൾ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഇതാ ഒരു അണ്ണാനെ കാണുന്നുണ്ട്. ഒന്നല്ല, ഈ ഒരു കോമ്പൗണ്ടിൽ ഞാൻ ഒരുപാട് അണ്ണാനെ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. നിൽക്കുന്നതാണ് നല്ല രസം, ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നത്, നമ്മളോട് ഇങ്ങനെ ഒരു നമസ്കാരം പറയുന്ന പോലെ. പിന്നെ നമ്മുടെ നാട്ടിലെ അണ്ണാനെ അപേക്ഷിച്ച് ആ മുതുകത്തുള്ള 3 വര ഇതിനില്ല കേട്ടോ. അതെ. നമ്മുടെ അവിടെ നിന്ന് അടുത്തുള്ള 2 സൂപ്പർ മാർക്കറ്റുകളാണിത്. വേറെ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വരുന്നത്. ഞാൻ ജസ്റ്റ് കണ്ടിട്ട് വരാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ദാ ഇവിടെ തീരുകയാണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വേറിട്ട വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.